കേരളത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? സോളാർ സമയത്ത് മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ്, ഞാൻ പറഞ്ഞോട്ടെ അതെ 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 ഞാൻ പറയുന്നത്. എന്നിട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചു. എന്നാൽ കോൺഗ്രസോ? മല്ലേലിൽ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ഞാൻ പറഞ്ഞോട്ടെ മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായ, കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇതും CPM-ന്റെ തലയിൽ വെക്കണ്ട. ഇപ്പൊ ആളുകൾ പറയും ഇതെന്തോ CPM-ന്റെ പ്ലാനിംഗ് ആണ്. ഒരിക്കലും അല്ലല്ലോ. ഇതെല്ലാവർക്കും ഈ വസ്തുതകളെ പരിശോധിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാലോ. അത് ഞങ്ങൾ ആരും കൊണ്ടുവന്നതല്ല. അതും കോൺഗ്രസിനകത്ത് അല്ല. ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ മല്ലേലിൽ ശ്രീധരൻ നായർ മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ KPCC-യുടെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ആള് ഉന്നയിച്ച ആരോപണമായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസിന്റെ നാൾ വൈകളിൽ എത്രയെത്ര ഫോൺ കോളുകൾ വന്നു. ഇപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതും നിങ്ങളൊക്കെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനമൊക്കെ നടത്തേണ്ടതുമാണ്. ആ സരിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അവർ ചികിത്സയിലാണ് പോലും. അവർക്കെന്തോ വിഷം ഉള്ളിൽ കയറിയതാണ് എന്നുള്ള ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി മിനിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരമൊക്കെ നടത്തി ഒരു പ്രസംഗത്തിൽ. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം പുറത്തുണ്ട്. അല്ല, അങ്ങനെ ഒരു സാഹചര്യം പുറത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കടുംകൈകൾ വന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലേക്കാണ് സംശയം പോകുന്നത്. അന്വേഷിക്കുമെന്ന് തന്നെയാണ്. അല്ല, അതൊക്കെ അന്വേഷിക്കാം. പിന്നെ ഞാനും പറഞ്ഞോട്ടെ ഇപ്പോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി രാജിവെച്ചല്ലോ. ഇദ്ദേഹം പ്രസിഡന്റായി വന്ന സാഹചര്യം നമുക്കറിയാം. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായ ഞങ്ങൾ ആയിരുന്നില്ല. പറഞ്ഞോട്ടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് കരുതി തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് കരുതി ആ ക്രൈം നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. അത് തെളിയിക്കാൻ സംസ്ഥാന പോലീസിന് പിന്നെ അല്ല, കോടതിയിലുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, ഇങ്ങനെ ബേജാറാവല്ലേ? ഇവിടെ ആ കേസിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു. അല്ല, ആ കേസിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് ജാമ്യം കിട്ടി. രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ കേസ് അവിടെയുണ്ട് ഒരു ഭാഗം. മറ്റൊന്ന്, ഇപ്പോ ഇതാ വയനാട്ടിൽ പണം പിരിച്ചു. 83 ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് തടിതപ്പ ഈ കോൺഗ്രസ്. ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിലുമെല്ലാം ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഇടപെടലുകളാണ് ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ പരാതിക്കാരും ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന പരാതിക്കാർ പുറത്തേക്ക് വരാത്തതിന്റെ കാരണം നമുക്കറിയാമല്ലോ. ഏത് തരത്തിൽ അവർ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ പരാതി പറഞ്ഞവരല്ല, അതല്ലാതെ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. ആ രൂപത്തിലല്ലാതെ റിനി എന്നൊരു നടി ഇവിടെ വെളിപ്പെടുത്തൽ നടത്തിയല്ലോ. അവർക്ക് എന്തൊക്കെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ സമൂഹ മാധ്യമത്തിൽ നിന്ന്. അത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പിന്നെ ഈ പരാതിക്കാർ മുന്നോട്ട് വരുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തിന്റെ ഗൗരവം ഒട്ടും കുറയ്ക്കുന്നില്ല വസീഫ്. ഞാൻ ചോദിക്കുന്നതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ നിർവീര്യനാക്കിയിട്ടുണ്ട് നിലവിൽ. അത് അങ്ങ് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഫലത്തിൽ. MLA എന്ന നിലയ്ക്ക് ഒന്നും പ്രവർത്തിക്കാനാവില്ല. പാലക്കാട് കാലുകുത്താൻ ഇവിടെ BJP സമ്മതിക്കില്ല, നിങ്ങളും സമ്മതിക്കില്ല. സഭാ സമ്മേളനത്തിൽ വരാൻ പറ്റില്ല, അവധിയിൽ പോകാൻ പറഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിൽ അദ്ദേഹം ഒന്നുമല്ലാതെ നിൽക്കുകയാണ്. MLA സ്ഥാനം രാജിവെച്ചാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ വസീഫ്? അതിലേക്ക് വരൂ. ഇനി സമയമില്ലാത്തോണ്ട് ബാക്കിയുള്ളവർക്ക് പോകണം. ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് ഉറപ്പുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. സമയമില്ല വസീഫ്, ഒന്ന് പറയൂ. കോൺഗ്രസിന്റെ സസ്പെൻഷനെ കുറിച്ച് അവരുടെ ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഒന്നുമല്ലാന്ന്. അതൊരു ശിക്ഷാ നടപടി അല്ല പോലും. കോൺഗ്രസിന്റെ ഭരണഘടന വെച്ച് തന്നെ ഇവിടെ ഇന്ന് വാർത്ത ചെയ്തു. അതിന്റെ വിവരങ്ങൾ നിങ്ങളുടെ കൈവശവും ഞങ്ങളുടെ കൈവശവും ഉണ്ട്. അതൊരു ശിക്ഷാ നടപടിയല്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിവര് ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാവില്ല, പാർട്ടിയിലില്ല എന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഇപ്പൊ പാർട്ടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ നമ്മൾ വാർത്ത കൊടുക്കില്ലേ വസീഫ്?
അദ്ദേഹത്തിന് അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? അതും ഞാൻ പറയാം. അതും ഞാൻ പറയാം. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഒരാളും പറഞ്ഞിട്ടല്ല, ഒരു നടപടിയുടെയും ഭാഗമായിട്ടല്ല. ഞാൻ എന്റെ പ്രവർത്തകർക്ക്, എന്റെ സഹപ്രവർത്തകർക്ക് എന്നെ ന്യായീകരിക്കേണ്ട അവസ്ഥ അല്ല. ഞാൻ പറയട്ടെ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്നാ അത് തിരുത്തി പറയേണ്ടി വരും. അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയണ്ടേ? ഇതൊക്കെയാണ് സാഹചര്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ഈ എന്റെ ചോദ്യത്തിലേക്ക് പ്ലീസ് ഒന്ന് വരാമോ? നമുക്ക് അല്ലെങ്കിൽ ബ്രേക്ക് പോകണം. എംഎൽഎ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് ഉറപ്പുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്കെതിരെ എന്തോ ബോംബുണ്ടെന്ന് പറയുന്നു. അതിനുള്ള മറുപടി നടന്നാൽ എന്ത് സംഭവിക്കും? നടന്നാൽ അവിടെ BJP ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അവർ അവിടെ വിജയിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണോ? അങ്ങനെയല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്തുള്ളവരെ ഒന്നാം സ്ഥാനത്താക്കുന്ന രീതി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. രണ്ടാം സ്ഥാനത്തുള്ളവർ മൂന്നാം സ്ഥാനത്ത് പോയില്ലേ? ഇവിടെ വട്ടിയൂർക്കാവിൽ രണ്ടാം സ്ഥാനത്തായിരുന്നില്ല ഇവര്? CPM ഒന്നാം സ്ഥാനത്താണോ? കോൺഗ്രസ് വലിയ ഞങ്ങളും BJPയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ നേമത്തായിരുന്നില്ലേ? ഞങ്ങൾ ജയിച്ചു വന്നില്ലേ നേമത്ത്? സീറ്റ് ഞങ്ങൾ ജയിച്ചില്ലേ നേമത്ത്? അപ്പൊ അതൊക്കെ പറഞ്ഞൊരു മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് രക്ഷപ്പെട്ട് കളയാം എന്നൊന്നും കരുതണ്ട. ഇവര് രാജിവെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വരണോ വരണ്ടേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നോളൊന്നില്ല. കാരണം കുറഞ്ഞ സമയമുള്ളൂ. ഇനി വന്നാലും അതിന് വേറെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. BJP ഒന്നും പാലക്കാട് ജയിക്കാൻ പോകുന്നില്ല. അത് പേടിച്ചിട്ടാണ് വരാത്തത്. BJP ആണ് പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന്, ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്ന് ഉന്നയിക്കുകയും ചെയ്തു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പറയാതെ പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഞങ്ങളെ AKG സെന്ററിൽ വരെ ബോംബ് പൊട്ടിച്ചവരല്ലേ ഇവര്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അങ്ങനത്തെ ബോംബാണോ? എന്നിട്ട് അത് ഞങ്ങളുടെ തലയിൽ വെക്കാൻ ശ്രമിച്ചവരല്ലേ? അങ്ങനെ എന്ത് ബോംബാണെന്നുള്ള അദ്ദേഹം പറയാൻ പറ്റും. ഈ പൊട്ടാത്ത ബോംബിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയണം. ശരി, പൊട്ടട്ടെ എന്നുള്ളതാണ് വസീഫ് പറയുന്നത്. നമുക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.